1,00,000 രൂപ മുടക്കി ഇന്ന് രാവിലെ 8 ലക്ഷം രൂപയുടെ സാധനം എടുത്തു. മനസ്സിലായി. രാവിലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പല കമ്പനികളുടെ ഷെയർ നിങ്ങൾ വിറ്റു. വിൽക്കണം, വിറ്റേ പറ്റൂ. ആ നിയമത്തിലാണ് നിങ്ങൾക്ക് ഈ 7 ലക്ഷം അഡീഷണൽ തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ 10 ലക്ഷം കിട്ടിയെന്ന് വരാം. പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ ഒരു പൈസ പോലും ചെലവഴിക്കാതെ, ഒരു പൈസ പോലും മുടക്കാതെ, ഒരു പണിയും എടുക്കാതെ, ഒട്ടും വേർക്കാതെ ഇന്ന് രാവിലെ പോയി ഒരു പെഗടിച്ചാൽ, ഒരു ഹാൻസ് കഴിച്ചാൽ, ഒരു തമ്പാക്കു വാ പൊളിച്ചകത്തേക്കിട്ടാൽ നിങ്ങളിടുന്ന വായിലല്ല അത് പെരുമാറുന്നത്. നിങ്ങൾ കുടിക്കുന്ന ഒരു മദ്യം നിങ്ങളുടെ വയറ്റിലല്ല പെരുമാറുന്നത്. നിങ്ങളൊരു വണ്ടിയുടെ പെട്രോള് വലിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പെഗ് അകത്തായി പോയാൽ, അറിയാതെയാണ് ആദ്യത്തത് കയറിയതെങ്കിൽ അടുത്ത ദിവസം സമയമാകുമ്പോൾ ഇത് എവിടെയാണ് മാറ്റം വരുത്തുന്നത് നോക്കണം. സിഗരറ്റ് വലിക്കുന്നവർ സിഗരറ്റിൻ്റെ അടിമകളായി മാറുന്ന, വ്യഭിചാരത്തിന് പോകുന്നവൻ വ്യഭിചാരത്തിൻ്റെ അടിമയായി മാറുന്ന ആളുകൾ നിപ്പുണ്ടെങ്കിലും മാന്യനാണെങ്കിലും അതിൽ നിന്ന് മുക്തനാകാൻ പറ്റാത്ത ഒരവസ്ഥ വരുത്തുന്നത് എവിടെയാണെന്ന് ചിന്തിക്കണം. നിങ്ങളൊരു ടെക്സ്റ്റൈൽ മില്ല് തുടങ്ങുന്നു, നിങ്ങളൊരു ആയുർവേദ സ്ഥാപനം തുടങ്ങുന്നു, നിങ്ങൾ വേറൊരെണ്ണം തുടങ്ങുന്നു, നിങ്ങളതിൽ തുടങ്ങിയത് കുറേ ബാങ്ക് ലോണും അതും ഇതും ഒക്കെ എടുത്ത് വലിയൊരു സ്ഥാപനമായി തുടങ്ങും നിങ്ങളുടെ പേരിൽ. അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം വരുമ്പോഴേക്ക് നിങ്ങൾ മുടക്കിയ പണം അതിൽ നിന്ന് തിരിച്ചു കിട്ടണം. നഷ്ടത്തിലെത്തുമ്പോൾ നിങ്ങളതിൻ്റെ മാർക്കറ്റിലേക്ക് ഷെയർ വിടുന്നു. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് ഷെയർ നിങ്ങൾ വിടുന്ന സമയത്ത് റിസ്ക് മണിയാത് എന്ന് പറഞ്ഞാൽ അതിൽ ഷെയർ എടുത്താൽ ഒരിക്കലും ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ആ പണമായിട്ട് ഷെയർ നിങ്ങൾക്ക് പിൻവലിച്ച് കാശെടുക്കാൻ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും പറ്റില്ല. മനസ്സിലായില്ല? ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിൽക്കാൻ മാത്രമേ പറ്റൂ. അപ്പോൾ നിങ്ങൾ മുടക്കിയതിൽ കൂടുതൽ കിട്ടാം, നിങ്ങൾ മുടക്കിയത് കിട്ടാതെ വരാം. മനസ്സിലായി? ഇതിൽ കൊണ്ടുപോയി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു ബൂം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ, അതിനുള്ള പ്രത്യേക മാധ്യമങ്ങളുണ്ട് ഈ രംഗത്ത് മാത്രം പ്രവർത്തിക്കുന്ന. ഈ രംഗം കൈയടക്കുന്ന വൻകിട മാധ്യമങ്ങളുടെ കീഴിൽ വരുന്ന സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ തന്നെ എറണാകുളത്ത് പോയൊരു 1,00,000 രൂപയുടെ ഷെയർ എടുത്താൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് 8 ലക്ഷം രൂപയ്ക്ക് വരെ കളിക്കാം. രാവിലെ മുതൽ രാവിലെ എടുക്കുന്ന അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എടുക്കുന്ന 8 ലക്ഷം രൂപയിൽ 7 ലക്ഷം രൂപയും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിറ്റിരിക്കണം, നഷ്ടമായാലും ലാഭമായാലും. ഇന്ന് സന്യാസിമാരുൾപ്പെടെ കളിക്കുന്ന ഒരു രംഗമായത്. എങ്കിൽ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. അവിടെ പോയി നിങ്ങളിരുന്ന് 1 ലക്ഷം രൂപ മുടക്കി ഇന്ന് രാവിലെ 8 ലക്ഷം രൂപയുടെ സാധനം എടുത്തു. മനസ്സിലായി? രാവിലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പല കമ്പനികളുടെ ഷെയർ നിങ്ങൾ വിറ്റു. വിൽക്കണം, വിറ്റേ പറ്റൂ. ആ നിയമത്തിലാണ് നിങ്ങൾക്ക് ഈ 7 ലക്ഷം അഡീഷണൽ തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ 10 ലക്ഷം കിട്ടിയെന്ന് വരാം. പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ ഒരു പൈസ പോലും ചെലവഴിക്കാതെ, ഒരു പൈസ പോലും മുടക്കാതെ, ഒരു പണിയും എടുക്കാതെ, ഒട്ടും വേർക്കാതെ, ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കാതെ, ഇങ്ങനൊരു ചാനലിൽ പ്രവർത്തിക്കാതെ, നിങ്ങൾ രാവിലെ ഒരു കസേരയിൽ കുത്തിയിരുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു ദിവസം കൊണ്ട് 3 ലക്ഷം രൂപയുടെ മുതലാളിയായി. മനസ്സിലായി? ഇങ്ങനെ നിങ്ങൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കെന്ത് മാറ്റം വരും എന്നുള്ളതാണ് വിചിത്രമായ സംഗതി. അതാണ് നമ്മുടെ പ്രധാന വിഷയം. മറ്റേ നമ്മുടെ വിഷയമല്ല. ഇന്ന് രാവിലെ പോയി ഒരു പെഗടിച്ചാൽ, ഒരു ഹാൻസ് കഴിച്ചാൽ, ഒരു തമ്പാക്കു വാ പൊളിച്ചകത്തേക്കിട്ടാൽ നിങ്ങളിടുന്ന വായിലല്ല അത് പെരുമാറുന്നത്. നിങ്ങൾ കുടിക്കുന്ന ഒരു മദ്യം നിങ്ങളുടെ വയറ്റിലല്ല പെരുമാറുന്നത്. നിങ്ങളൊരു വണ്ടിയുടെ പെട്രോള് വലിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു പെഗ് അകത്തായി പോയാൽ, അറിയാതെയാണ് ആദ്യത്തത് കയറിയതെങ്കിൽ അടുത്ത ദിവസം സമയമാകുമ്പോൾ ഇത് എവിടെയാണ് മാറ്റം വരുത്തുന്നത് നോക്കണം. വണ്ടിപ്പണിക്കാർ മിക്കവാറും പെട്രോൾ അഡിക്റ്റുകളായി മാറുന്ന, മദ്യപന്മാർ മദ്യത്തിൻ്റെ അഡിക്റ്റുകളായി മാറുന്ന, സിഗരറ്റ് വലിക്കുന്നവർ സിഗരറ്റിൻ്റെ അടിമകളായി മാറുന്ന, വ്യഭിചാരത്തിന് പോകുന്നവൻ വ്യഭിചാരത്തിൻ്റെ അടിമയായി മാറുന്ന
ആളുകൾ നിപ്പുണ്ടെങ്കിലും മാന്യനാണെങ്കിലും അതിൽ നിന്ന് മുക്തനാകാൻ പറ്റാത്ത ഒരവസ്ഥ വരുത്തുന്നത് എവിടെയാണെന്ന് ചിന്തിക്കണം. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഏത് മാനബിന്ദുവിലാണ് അത് നിങ്ങളുടെ അഡ്രിനാലിൻ ഷൂട്ടപ്പ് ചെയ്യുമോ നോക്കണം. മദ്യം മുതലായ പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളുടെ അഡ്രിനാലിൻ ഷൂട്ടപ്പ് ചെയ്യുന്നത് പോലെ ഷെയറിന് പോയിരിക്കുമ്പോഴും നിങ്ങളുടെ അഡ്രിനാലിൻ ഷൂട്ടപ്പ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോയിരിക്കുന്നത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ടോ വ്യവഹാരങ്ങൾ കൊണ്ടോ അല്ല, നിങ്ങളുടെ അഡ്രിനാലിൻ ഷൂട്ടപ്പ് ചെയ്തിട്ടാണ്. നിങ്ങളൊരു പുതിയ ജനിതക വിസ്മയത്തിൻ്റെ ലോകങ്ങളിലേക്ക് മാറുകയും നിങ്ങൾ പുതിയൊരു ജീവിയായി പരിണമിക്കുകയും ചെയ്യുകയും നിങ്ങളുടെ അടുത്ത തലമുറ പുതിയ അവാന്തര പരിണാമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും